പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭയും ലോക്സഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. അദാനി സഭൽ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തിയത്. ഗൗതം അനന്ത നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഇടത്ത് എന്തുകൊണ്ടാണ് ഇത്തരം അലങ്കോല പ്രവൃത്തികൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? കാരണം കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ദേവിക, 16ഓളം ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ പാസ്സാക്കേണ്ടതുണ്ട്. ഇക്കാര്യം ശൈത്യകാല സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നതിന് തൊട്ട് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, സർവകക്ഷി യോഗത്തിലും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതയും ഒപ്പം രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ബില്ലുകളുടെ പ്രാധാന്യവുമെല്ലാം പ്രതിപക്ഷത്തെ കേന്ദ്രം ധരിപ്പിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ ബഹളം തുടരുന്നു എന്നത് തന്നെയാണ് ശ്രദ്ധേയം. ഇന്നിപ്പോൾ രാജ്യസഭയും ലോക്സഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. രാവിലെ സഭ ചേർന്നപ്പോൾ തന്നെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. അദാനിക്കെതിരെ US-ൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ സാംബാലിൽ നടന്ന സംഘർഷം, മണിപ്പൂർ സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ആദ്യം 12 മണി വരെ നിർത്തിവെച്ചു. പിന്നീട് ചേർന്നപ്പോഴും ബഹളം തുടർന്ന പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭ രാവിലെ ചേർന്നപ്പോഴേ ബഹളമായിരുന്നു. അതിനാൽ ഏതാണ്ട് 11:30 സഭ തിങ്കളാഴ്ചത്തേക്ക് പിരിയുന്നതായി ചെയർമാൻ ജഗദീപ് ധൻഖർ വ്യക്തമാക്കുകയായിരുന്നു. ശനി ഞായർ ദിവസത്തെ അവധിക്ക് ശേഷം ഇനി തിങ്കളാഴ്ച ഇരു സഭകളും വീണ്ടും സമ്മേളിക്കും. ദേവിക. ശരി.